ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഞാൻ മോളെ ആക്കിയിട്ട് മാവേലി സ്റ്റോറിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വയലിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്തൊരു സമയമെന്ന് പറയുന്നത് ആ ഒരു 20 മിനിറ്റ് ആയിരുന്നു. കാരണം ഞാൻ ആ മാവേലി സ്റ്റോറിൽ പോയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ എത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എൻ്റെ മോളെൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നേനെ. പക്ഷേ ഞാൻ ആ 20 മിനിറ്റ് വയലിൽ നിന്ന് സഹോദരനുമായിട്ടൊക്കെ സംസാരിച്ചു. അവിടുന്ന് കുറച്ച് ചീനിയൊക്കെ പുഴുതെടുത്ത് അതുമൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സാധാരണ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുടനെ എൻ്റെ മോള് പെരേന്ന് ഓടി ഇറങ്ങി വരും. എവിടെ നിന്നാലും എന്ത് ചെയ്തുകൊണ്ട് നിന്നാലും വണ്ടി വന്നു എന്നറിയുമ്പോൾ ഞാൻ വന്നാലും അച്ഛൻ വന്നാലും അങ്ങനെ തന്നെയാണ്, അവൾ ഓടി ഇറങ്ങി വരും. പക്ഷെ ഞാനൊന്ന് വന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഞാൻ വരുമ്പോഴും മോള് ഇറങ്ങി വന്നില്ല. ഞാൻ വിചാരിച്ചിനി അപ്പുറത്തെങ്ങാനുമായിരിക്കും, വണ്ടിയുടെ സൗണ്ടുകൾ കേട്ട് കാണത്തില്ല എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ നേരെ നമ്മുടെ ഫ്രണ്ട് റൂമിലേക്ക് വരുമ്പം എൻ്റെ മോൻ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ബിസ്ക്കറ്റ് കഴിക്കുകയോ കളിക്കുകയോ എന്തോ ചെയ്യുന്നു. ഞാൻ പക്ഷെ അത് കൂടുതൽ കെയർ ചെയ്തില്ല. ഞാൻ അവിടുന്ന് നേരെ അടുക്കളയിലോട്ട് പോയി. നമ്മുടെ പഴയ കുടുംബ വീടാണ്, 10-55 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ മുറികളായിട്ട് 5-6 മുറികളുണ്ട്. പഴയ ഓടിട്ട വീടാണ്. അതിന് തട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ തട്ടൊക്കെ ചെതിലെടുത്ത് പോയിട്ട് ഇങ്ങനെ കഴുക്കോലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ റൂമും അടുക്കളയുമായിട്ട് നമുക്ക് കുറച്ചൊരു ദൂരമുണ്ട്. അപ്പോൾ അത് നടന്ന് ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ, ചേട്ടായിയുടെ അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടായിയുടെ അമ്മ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരങ്ങളൊക്കെ ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ണാന് അമ്മയുടെ അടുത്ത് ഉണ്ണാനായിട്ട് വരും. അപ്പം അവരൊക്കെ വരുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഓണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ചെന്ന് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും മോളില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ മോളെന്തിയെ? അപ്പം അമ്മ പറഞ്ഞ് പഠിക്കാൻ പോവാന്നും പറഞ്ഞ് കയറിയിട്ട് കുറേ സമയം. ഞാൻ ചോദിച്ചു, കുറേ സമയമായോ? കുറച്ച് സമയമായി. എന്നിട്ട് അമ്മ നോക്കിയില്ലേ? അമ്മ ഞാൻ അവിടെ കളിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു പെട്ടെന്നൊരു ഉള്ളിൽ നിന്നൊരു ടെൻഷൻ പോലെ ഇങ്ങനെ വന്നു. കാരണം പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും എൻ്റെ മോളിൽ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തീർച്ചയായും ഇറങ്ങി വരേണ്ടതാണ്. അപ്പോൾ അവിടെയും കണ്ടില്ല. ഞാൻ അകത്ത് വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടും ഇറങ്ങി വരുന്നില്ല. ഞാൻ ഓടിച്ചെന്ന് കതവിനെ തട്ടി, മോളെ മീനുന്നാ മോളെ വീട്ടിൽ വിളിക്കാറ്, മിനുമാന്ന് വിളിച്ചപ്പം ഒരനക്കവും ഇല്ല. പിന്നെ ഓഹോനി ചിലപ്പം ഉറങ്ങുമായിരിക്കും. അങ്ങനെ ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി ജനലിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ജനൽ തുറന്നിട്ടില്ല. അപ്പം ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.